നീറ്റ് 2024 സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻ ഹയസ്റ്റ് നമ്പർ ഓഫ് ഹീലിയം ആറ്റംസ്? ഹീലിയം ആറ്റംസ് ഇതിൽ ഏതിലാണ് കൂടുതലുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോരോ ഓപ്ഷനായി കണ്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ 4u ഓഫ് ഹീലിയം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 4u ഹീലിയം എന്ന് പറഞ്ഞാൽ അതായത് 4amu തന്നെയാണ്. amu ഓൾഡ് ടേമാണ്. യു എന്ന് പറയുന്നത് യൂണിഫൈഡ് മാസ് ന്യൂ ടേമാണ്. അതായത് 4amu അല്ലെങ്കിൽ ഒരു യു എന്ന് പറയുന്നത് ഒരു ഹീലിയം ആറ്റാണ്. അതായത് ഒരു ഹീലിയം ആറ്റത്തിൻ്റെ മാസാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പം കാർബൺ 12 ആണല്ലോ നമ്മൾ അതായത് ജനറൽ ആയിങ്ങാണ്ട് എടുക്കുന്ന ഒരു ഐസോട്ടോപ്പ് കാർബൺ 12ൻ്റെ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ റിലേറ്റീവ് മാസെല്ലാം എടുക്കുന്നത്. അപ്പോൾ കാർബൺ 12 എന്ന് പറയുന്നത് ആ 12u ആണ് ഒരു കാർബൻ്റെ മാസ്. അതേപോലെ തന്നെ 4u ആണ് ഒരു ഹീലിയത്തിൻ്റെ മാസ്. അപ്പോൾ അത് ഒരു ഹീലിയം ആറ്റത്തിൻ്റെ മാസാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 4 ഗ്രാം എന്ന് പറയുന്നത് അതായത് 4 ഗ്രാം എന്ന് പറയുന്നത് ഒരു മോൾ ഹീലിയത്തിൻ്റെ മാസാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹീലിയത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹീലിയത്തിൻ്റെ ആറ്റമിക് മാസ് എന്ന് പറയുന്നത് 4 ഗ്രാം ആണ്. അപ്പം ഇവർ തന്നിട്ടുള്ളതും 4 ആണ്. അതായത് ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 4 ഗ്രാം അതായത് ഗിവൺ മാസ്, ഞാൻ ഇക്വേഷൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എന്ന് വരും. ഹീലിയത്തിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നതും 4 തന്നെയാണ്. അപ്പോൾ 4/4 അതായത് 1 മോൾ എന്ന് വരും. ഇതാണ് മോള് കാണാനുള്ള ഇക്വേഷന്. മോള് കാണാനുള്ള ഇക്വേഷൻ 1 മോൾ എന്ന് വരും. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ആണ്? 1 × Na എന്ന് വരും. അതായത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻², അതായത് 10⁻23, അതായത് Na പാർട്ടിക്കിൾസ് ആണല്ലോ, Na ആറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പം Na എന്ന് വരും. ഇനി ഓപ്ഷൻ 3 ചെയ്ത് നോക്കാം. 2.27 ലിറ്റർ ഓഫ് ഹീലിയം അറ്റ് STPയിലാണ്. STPയിൽ നമുക്ക് ഇത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡ് ബൈ ഈ വോളിയം വെച്ചുകൊണ്ട് ചെയ്യാം. അങ്ങനെ ഇക്വേഷൻ രീതിയിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിച്ചാൽ മോള് കിട്ടാൻ വേണ്ടി ഗിവൺ വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം, അതെ അല്ല STPൻ്റെ വോളിയം, മോളാർ വോളിയം STPൻ്റെ വോളിയം, അതായത് STPയിൽ ഉണ്ടാകുന്ന മോൾ, അതായത് ഒരു മോളിൻ്റെ വോളിയാണ് 22.4, അല്ലാന്നുണ്ടെങ്കിൽ 22.7. അപ്പം അത് കൊടുത്താൽ മതി. 22.7 കൊടുത്തു കഴിഞ്ഞാൽ ഗിവൺ വോളിയം 2.27 ആണ്. ഈ ഒരു മോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.7 ആണ്. അതായത് 1/10 വരും. ഇവിടെ താഴത്ത് 10 വരും. അതായത് 10⁻⁻1 ഇൻറ്റു, അതായത് 10⁻⁻1 മോളാണ് ഉള്ളത്, ഇൻറ്റു Na എന്ന് വരും. അതായത് ഇൻറ്റു ഒരു മിനിറ്റ്, ശരിയായി, 10⁻⁻1 ഇൻറ്റു Na എന്ന് വരും. ഇത്രയും ആറ്റംസാണ് ഓപ്ഷൻ 3യിലുള്ളത്. ഇനി ഓപ്ഷൻ 4 ചെയ്ത് നോക്കാം. ഓപ്ഷൻ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് 4 മോള് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 മോള് ആകുമ്പം 4 × Na എന്ന് വരും. അപ്പം ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഉള്ളത് ഓപ്ഷൻ 4ലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 4 ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നീറ്റ് PYQൻ്റെ ഞാൻ പ്ലേലിസ്റ്റ് ആയിങ്ങാണ്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സുഖമായിങ്ങാണ്ട് ക്വസ്റ്റ്യൻസ് PYQs നോക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.